ഇന്നത്തെ ക്ലാസ് ജാവയിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേഷൻസിന് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ്. സോ ആദ്യത്തേത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് പറയാൻ പോകുന്നത്. ഓപ്പറേറ്റേഴ്സിന് നമുക്ക് 4 ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ ആദ്യം അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ സിയിലൊക്കെ പഠിച്ച അതേ ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എഡീഷന് വേണ്ടിയിട്ട് പ്ലസ്, സബ്ട്രാക്ഷന് വേണ്ടി മൈനസ്. ഈ മൈനസ് എന്ന് പറയുന്നത് യൂണറി മൈനസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതായത് എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് മൈനസ് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡായിട്ട് നമുക്ക് വാലിഡാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ബി ആണ്. ആക്ച്വലി യൂണറി നെഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 2 ഓപ്പറൻസിൻ്റെ ആവശ്യമില്ല, ഒരു സിംഗിൾ ഓപ്പറൻറ്റ് മതി. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം, സ്റ്റാർ ഡിവിഷൻ അറിയാം, ഈ സ്ലാഷ് യൂസ് ചെയ്യും. മോഡുലസ് ഓപ്പറേഷൻ, അതായത് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 5/2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് 2 to 4, 1 ഇസ് ദ റിമൈൻഡർ. സോ ആ 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ. പ്ലസ് ഇസ് യൂസ് ഫോർ ഇൻക്രിമെൻറ്റിങ്, അതായത് നമ്മളിപ്പം a=a+1 ചെയ്യുന്നതിന് പകരം നമുക്ക് a++ എന്ന് കൊടുത്താൽ രണ്ടും ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുക. ദെൻ പ്ലസ് ഈക്വൽസ് എന്ന് പറയുന്നത് എഡീഷൻ അസൈൻമെൻറ്റ് ആണ്. അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ അസൈൻമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ്, ഡിവിഷൻ അസൈൻമെൻറ്റ്, മോഡുലസ് അസൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഇപ്പം നമുക്ക് a=a+b എന്നുണ്ടെങ്കിൽ നമുക്കതിനെ a+=b എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇത് a+=b എന്ന് എഴുതുന്നതും a=a+b എന്ന് എഴുതുന്നതും തുല്യമാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനൊക്കെ. പിന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ്റെ പ്ലസ് പോലെ തന്നെ ഡിക്രിമെൻറ്റും ഉണ്ട്, മൈനസ് ഉണ്ട്, മൈനസ്. സോ a=a-1 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് a-, എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ മൈനസ് a എന്നും എഴുതാം കേട്ടോ. ഇതിന് നമ്മൾ പോസ്റ്റ് ഫിക്സ് ഓപ്പറേഷൻ എന്ന് പറയും, ഇതിന് നമ്മൾ പ്രിഫിക്സ് ഓപ്പറേഷൻ എന്ന് പറയും. അതേപോലെ തന്നെയാണ് പ്ലസിൻ്റെ കേസിലും a++ എന്ന് കൊടുക്കുന്നതിന് പകരം ++ എന്നും കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ അങ്ങനെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ ഓപ്പറേറ്റേഴ്സൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ന്യൂമറിക് ടൈപ്പാണ്. ബൂളിയൻ ടൈപ്സിൻ്റെ മുകളിൽ സാധാരണ ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ ക്യാർ ടൈപ്സിൻ്റെ മുകളിൽ പറ്റും. ബിക്കോസ് ക്യാർ ഇൻറ്റേർണലി ഇറ്റ് ഇസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ സബ്സെറ്റ് ഓഫ് ഇൻറ്റ്. നമുക്കറിയാം ആസ്കി വാല്യൂസ് ആണ് ക്യാറിന് പകരം സ്റ്റോർ ചെയ്യാമെന്ന് നമുക്കറിയാം. സീലും അങ്ങനെയാണല്ലോ, ഓരോ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആസ്കി വാല്യൂ ഉണ്ടാവും. ഓക്കെ, യൂണിക്കോഡ് ആക്ച്വലി ഒരു സൂപ്പർ സെറ്റ് ഓഫ് ആസ്കി എന്ന് പറയാം. യൂണിക്കോഡാണല്ലോ ജാവ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് യൂണിക്കോഡാണ്. കൂടുതൽ ലാംഗ്വേജസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂണിക്കോഡ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജും പിന്നെ നമ്മളെ ഡിജിറ്റ്സും പിന്നെ അത്യാവശ്യം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമല്ലാതെ കൂടുതൽ വേറെ പല ലാംഗ്വേജിലും ഇതിലധികം സിമ്പിൾസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ലാംഗ്വേജ് പറഞ്ഞാൽ കുറേ സിമ്പിൾസ് ആണല്ലോ. സോ ഒരുപാട് സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് യൂണിക്കോഡ് യൂസ് ചെയ്യാം. സോ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് പോലെ, ഇൻ്റർനാഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ നമുക്ക് ജാവ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും യൂണിക്കോഡിൻ്റെ സപ്പോർട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ബേസിക് മാത്ത് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ a=1 + 1 എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ 2 ആവും. പിന്നെ b=a*3 എന്ന് പറയുമ്പം 2 × 3 6 ആവും. പിന്നെ c=b/4 എന്ന് പറയുമ്പം 6/4. സോ ഇത് ഇൻറ്റിജറിലേക്കാണല്ലോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. c എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്. സോ 6/4 ചെയ്ത് കഴിഞ്ഞാൽ 1.5 ആണ് ആക്ച്വലി കിട്ടുക. പക്ഷേ 1 മാത്രമാണ് സ്റ്റോർ ആവുക. ഓക്കെ, ബാക്കി ട്രങ്കേറ്റ് ആകപ്പെടും. സോ വി ഓൾറെഡി ഡിസ്കസ് ട്രങ്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. സോ 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് സീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. പിന്നെ c-a പറയുമ്പം 1 - 2. d=c-a എന്ന് പറയുമ്പം സീൻ്റെ വാല്യൂ 1 ആണ്, 1 - 2 ആണ്. സോ -1 യൂണറി മൈനസ്. ഓക്കെ, അത് -1 ആണ് ഡീൻ്റെ അകത്ത് സ്റ്റോർ ആവുക. പിന്നെ e=-d എന്ന് പറയുമ്പോൾ -1, റൈറ്റ്. -1 എന്ന് പറയുമ്പം +1. സോ e=1 ആണ് സ്റ്റോർ ആവുക. അങ്ങനെ a വാല്യൂ പ്രിൻറ്റ് ചെയ്ത് എൻ്റെ വാല്യൂ ഇറ്റ് ഇസ് 2. സോ 2 ആണ്. പിന്നെ നെക്സ്റ്റ് ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ നെക്സ്റ്റ് സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഡീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്.
ഓക്കെ റൈറ്റ്. ഓക്കെ, സോ അങ്ങനെ 2 6 1 -1 1. പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് യൂസിങ് ഡബിൾസ് ഉണ്ട്. ഡബിൾ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഈ കേസിൽ ഡബിൾ വരുമ്പോൾ 2 ആണ്. 2.0 എന്നാണ് എപ്പോഴും ഡബിൾ പ്രെസിഷൻ കൂടി കാണിച്ചു തരും. അതിപ്പം അപ്പുറം 0 ആണെങ്കിൽ പോലും ആ പ്രെസിഷൻ കൂടി കാണിച്ചു തരും. പിന്നെ DA × 3 എന്ന് പറഞ്ഞാൽ 2 × 3 6.0 വരും. DB/4 എന്ന് പറയുമ്പം 6/4 ഇറ്റ് ഇസ് 1.5 കറക്റ്റ് അതിൻ്റെ അകത്ത് സ്റ്റോർ ആവും. ഓക്കെ, ബിക്കോസ് ഡബിൾ ഡേറ്റ ടൈപ്പ് ആണല്ലോ. പിന്നെ 1.5 - A എന്ന് പറയുമ്പം -2 എന്ന് പറയുമ്പം -0.5 ആണ് ആക്ച്വലി അതിൻ്റെ അകത്ത് ഉണ്ടാവുക. സോ DDൻ്റെ അകത്ത് -0.5 വരും. പിന്നെ ഡീൻ്റെ അകത്ത് -0.5 എന്ന് പറയുമ്പം +0.5, അതായത് 0.5 ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ DAൻ്റെ അകത്ത് 2.0 പ്രിൻ്റായി. പിന്നെ DBൻ്റെ അകത്ത് 6.0 പ്രിൻ്റായി. DCൻ്റെ അകത്ത് 1.5 പ്രിൻ്റായി. DDൻ്റെ അകത്ത് DD = -0.5 പ്രിൻ്റായി. പിന്നെ DE = 0.5 പ്രിൻ്റായി. So you can see over here 2 6 1.5 -0.5 0.5. നെക്സ്റ്റ് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ. നമ്മളൊരു അരിത്മെറ്റിക് ഓപ്പറേഷൻ നമ്മൾ റിമൈൻഡർ ഓഫ് എ ഡിവിഷൻ ഓപ്പറേഷൻ, അതായത് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈൻഡർ കിട്ടുന്നതാണ് എന്താണോ അതാണ് മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ റിസൾട്ടിങ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്സിൻ്റെ മുകളിലും ഇൻറ്റിജർ ടൈപ്സിൻ്റെ മുകളിലും നമുക്കിത് ഉപയോഗിക്കാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് 42 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ x എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വേരിയബിളോട്ട് സ്റ്റോർ ചെയ്തു. y എന്ന് പറഞ്ഞാൽ 42.25 സ്റ്റോർ ചെയ്തു. ഓക്കെ, x mod 10 ചെയ്യുമ്പം 42 mod 10 എന്ന് പറയുമ്പം അറിയാം 2 ആണ് റിമൈൻഡർ വരിക അല്ലേ. 42 mod 10 എന്ന് പറയുമ്പോൾ 42 mod 42 10ൽ 10 4s are 40, ബാക്കി 2 ആണല്ലോ വരുന്നത്. റിമൈൻഡർ 2 ആണ്. ഇനി ഇവിടെ 42.25 mod 10 എന്ന് പറയുമ്പോൾ 2.25 ആണ് റിമൈൻഡർ വരിക. സോ അങ്ങനെ അത് കണ്ടു. ദെൻ കോമ്പൗണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ +, -, സ്റ്റാർ ഈക്വൽസ് എന്നൊക്കെ പറഞ്ഞ് ഡിവിഷൻ ഈക്വൽസ് ഒക്കെ അങ്ങനത്തെ ഒക്കെ ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് മാറ്റി എഴുതാമെന്നാണ് പറയുന്നത്. var = var op എക്സ്പ്രഷൻ. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? var op = എക്സ്പ്രഷൻ എന്നുള്ള ഫോമിലോട്ട് നമുക്ക് മാറ്റി എഴുതാമെന്നാണ് പറയുന്നത് അല്ലേ. var op = എക്സ്പ്രഷൻ. ഓക്കെ, ആൻഡ് കോമ്പൗണ്ട് അസൈൻമെൻറ്റ് നമുക്ക് 2 ബെനിഫിറ്റ്സ് തരുന്നു. അതായത് നമ്മൾ ടൈപ്പിംഗ് കുറച്ച് സേവ് ചെയ്യുന്നു. ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് ടൈപ്പിംഗ് സേവ് ചെയ്യാം. പിന്നെയുള്ളത് ജാവ റൺ ടൈം സിസ്റ്റമും അതിനെ കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മളെ എക്സ്പ്രഷൻസിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കണമെന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ സി ഓവർ ഹിയർ A = A+5 എന്ന് പറയുമ്പം A = 1 + 5 A = 6 ആവും. പിന്നെ B = B*4 B × 4 B = B × 4 എന്നാൽ 2 × 4 8 അല്ലേ. പിന്നെ C = C+ എന്ന് പറയുമ്പോൾ Cൻ്റെ വാല്യൂ 3 ആണ്. 3 + A*B എന്ന് Aൻ്റെ വാല്യൂ പുതിയ വാല്യൂ 6 ആണ്. Bൻ്റെ വാല്യൂ 8 ആണ്. സോ 6 8s are 48. സോ ആദ്യം ഈ ഓപ്പറേഷനാണ് ചെയ്യുക. എന്നിട്ട് 6 8s are 48 49 50 51 ആണ് സിയിലുണ്ടാവുക. പിന്നെ C mod = 6 എന്ന് പറയുമ്പോൾ C = C mod 6 51 mod 6, അതായത് 6 8s are 48 കഴിഞ്ഞാൽ ബാക്കി 49 50 51 3 ആണ് റിമൈൻഡർ ആയിട്ട് വരിക. സോ Aൻ്റെ വാല്യൂ 6 പ്രിൻറ്റ് ചെയ്യും, Bൻ്റെ വാല്യൂ 8 പ്രിൻറ്റ് ചെയ്യും, Cൻ്റെ വാല്യൂ 3 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ A = A+1 പകരം നമുക്ക് A++എന്നോ അല്ലെങ്കിൽ ++A എന്നൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. 2 ചെയ്താലും A = A+1 തുല്യമാണ്. A++ ചെയ്താലും ++A ചെയ്താലും. ഓക്കെ, അതേപോലെ തന്നെയാണ് A = A-1 പകരം നമ്മൾ -A എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ A-എന്ന് യൂസ് ചെയ്യാം. ഓക്കെ,
സോ അത് എവിടെയാണോ ഈ ഓപ്പറേറ്റർ വരുന്നത് അതിനനുസരിച്ച് അതിനെ പോസ്റ്റ് ഫിക്സ് എന്നും പറയും, പ്രിഫിക്സ് എന്നും പറയും. പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത് ഈ A++ എന്ന് വരുന്നതാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് പോസ്റ്റ് ഫിക്സ് ബിക്കോസ് ഓപ്പറാൻഡിന് ഓപ്പറാൻഡ്, ഇതാണ് ഓപ്പറാൻഡ് അല്ലേ. ഓപ്പറാൻഡിന് ശേഷമാണ് ഓപ്പറേറ്റർ, ഇതാണ് ഓപ്പറേറ്റർ. സോ ഓപ്പറാൻഡിന് ശേഷമാണ് വരുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ഫിക്സ് എന്ന് പറയും. ഓപ്പറാൻഡിന് മുന്നേ വരുന്നെങ്കിൽ അതിനെ പ്രിഫിക്സ് എന്ന് പറയും. സോ ++A എന്ന് പറഞ്ഞാൽ ഇത് പ്രിഫിക്സ് ആണ്, A++ പറഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് ആണ്. സോ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിനൊരു ഇതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒരു ഇവാലുവേഷനും മാറാൻ സാധ്യത വരുന്നത് വെൻ ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ലാർജർ എക്സ്പ്രഷൻ. ഈ ++ഉം A++ഉം തമ്മിൽ വ്യത്യാസം നമ്മൾ അറിയാൻ പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് തന്നെത്താനെ യൂസ് ചെയ്യുമ്പോഴല്ല, ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല. ഇത് രണ്ടും ഒന്നാണ് ആക്ച്വലി. ++A യൂസ് ചെയ്താലും A++ യൂസ് ചെയ്താലും കണക്കാണ്. പക്ഷേ ഇത് വേറൊരു വലിയൊരു എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് വരുമ്പം ഇത് രണ്ടും വർക്ക് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാൻ പോവാണ്. സോ there is a powerful difference between these two forms എന്ന് പറയുന്നത്. ഓക്കെ, the prefix form, the operand is incremented or decremented before the value is obtained for use in the expression. prefix form ൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ prefix എന്ന് പറഞ്ഞാൽ ++ എന്ന് പറയുന്നത്. ഓക്കെ, ++A എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇങ്ങനെയാണെന്ന് വെച്ചാൽ B = ++A എന്നുള്ള ഇതാണ്. ഓക്കെ, ഇതൊരു എക്സ്പ്രഷനാണ് ആക്ച്വലി. ഇത് ടോട്ടലി ഇതൊരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മളൊരു ഈ ++A ഉണ്ട്. ഈ ++A എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ++A ചെയ്യാന്ന് വെച്ചാൽ ആദ്യം Aൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. സോ Aൻ്റെ വാല്യൂ 5 ആണെന്ന് വെച്ചോ. ഇതിന് മുന്നേ ഈ ഓപ്പറേഷന് മുന്നേ Aൻ്റെ വാല്യൂ 5 ആണ്. സോ Aൻ്റെ വാല്യൂ 5 ആകുമ്പം 5ൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 6 ആവും. സോ 6 എന്ന് പറഞ്ഞാൽ വാല്യൂ Bയിൽ സ്റ്റോർ ആവും. സോ ആദ്യം ഈ ഇൻക്രിമെൻറ്റിങ് നടന്നതിന് ശേഷം അതായത് Aൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ബീൻ്റെ അകത്ത് വാല്യൂ സ്റ്റോർ ആവുക. ഓക്കെ, സോ ബീൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? 6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, Aൻ്റെ വാല്യൂ എന്തായി മാറ്റിട്ടുണ്ട്? Aൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയല്ലോ. ഇൻക്രിമെൻ്റ് ചെയ്തതിന് ശേഷമാണല്ലോ Bയിലേക്ക് അസൈൻമെൻറ്റ് നടന്നത്. സോ Aൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? 6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ Aൻ്റെ വാല്യൂവും 6 ആണ്, ബീൻ്റെ വാല്യൂ 6 ആണ്. അതേസമയം ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചോ, B = A++ എന്നാണ് യൂസ് ചെയ്തതെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം Aൻ്റെ വാല്യൂ 5 ആയിരുന്നല്ലോ. 5 എന്ന് പറഞ്ഞ വാല്യൂ Bയിലോട്ട് സ്റ്റോർ ചെയ്യും. അതിനുശേഷമാണ് Aൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ Bയിൽ എന്ത് വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ടാവുക? Bയിൽ 5 ആണ് സ്റ്റോർ ആയിട്ടുണ്ടാവുക. അതിനുശേഷമാണ് Aൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അസൈൻമെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ആണ് ആദ്യം നടത്തുക. അതിന് ശേഷമാണ് Aൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പം Aൻ്റെ വാല്യൂ 6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, Aൻ്റെ വാല്യൂ 6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ബീൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. സോ അങ്ങനെ കണ്ടോ, വലിയ വ്യത്യാസമാണല്ലോ അത്. നമ്മൾ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഇങ്ങനെ വേറൊരു എക്സ്പ്രഷൻ്റെ അകത്ത് ഇത് ഭാഗമായിട്ട് വരുമ്പം ഇതിൻ്റെ മീനിങ് മാറുന്നുണ്ട് അല്ലേ. ഇത് വാലുവേറ്റ് ചെയ്യുന്ന രീതി മാറുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. x = 42, y = ++x. സോ വൈൻ്റെ അകത്ത് എന്താ വരിക? സോ വൈൻ്റെ അകത്ത് വരുന്നത് ആദ്യം x ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് വൈൻ്റെ അകത്ത് വരിക. ബിക്കോസ് ദാറ്റ് ഈസ് പ്രീ ഇൻക്രിമെൻ്റ് ആണ് ഇവിടെ അല്ലേ. പ്രിഫിക്സ് ഫോം ആണ് പ്രിഫിക്സ്. സോ അങ്ങനെ ആകുമ്പോൾ ആദ്യം പ്രിഫിക്സ് ഫോം എന്താ? ആദ്യം ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം, അതായത് ++ ആണല്ലോ, ++ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ എക്സ്പ്രഷനിലെ ബാക്കി എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക. സോ ആദ്യം എക്സിൻ്റെ അതായത് ++x ചെയ്യും. അന്നേരം 43 എന്ന് പറഞ്ഞ വാല്യൂ എക്സിൽ വരുമല്ലോ. ആ വാല്യൂ ആണ് വൈയിലേക്ക് സ്റ്റോർ ചെയ്യുക. സോ വൈൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 43 ആയിട്ട് മാറും. എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? 43. എക്സിൻ്റെ വാല്യൂ 43 ആയതിനു ശേഷമാണ് വൈൻ്റെ വാല്യൂ 43 ആവുക. ഓക്കെ, സോ അത് ഈ ഒരു രീതിയിലാണ് എക്സ്പ്രഷൻ y = ++x എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ആദ്യം x = x+1 ചെയ്തതിന് ശേഷമാണ് y = x ചെയ്യുക. ഓക്കെ, അതേസമയം ഇങ്ങനെയാണെങ്കിലോ ദിസ് ഇസ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, പോസ്റ്റ് ഫിക്സ് ആണ്. ഇങ്ങനെയാകുമ്പം x = 42,
വൈ ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് ആകുമ്പം ആദ്യം എക്സിൻ്റെ വാല്യൂ വൈയിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ വൈ ഈക്വൽ ടു എക്സ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ചെയ്യുക. ഈ കേസിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ വൈൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, 42 ആയിട്ടുണ്ടാവും. എക്സിൻ്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും, 43 ആയിട്ടുണ്ടാവും. ഓക്കെ, സോ വൈൻ്റെയും എക്സിൻ്റെ വാല്യൂയിലും വ്യത്യാസമുണ്ട്. അതേസമയം ഇവിടെ ഈ കേസിൽ എക്സിൻ്റെ വാല്യൂയും വൈൻ്റെ വാല്യൂ ഒന്നായിരുന്നു അല്ലേ. ഈ കേസിൽ എക്സും വൈയും ഒന്നായിരുന്നു. ഈ കേസിൽ എക്സിൻ്റെ വാല്യൂ 42 ആണെങ്കിൽ, അല്ല, എക്സിൻ്റെ വാല്യൂ 43 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 42 ആണ്. റൈറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. A equal to 1, B equal to 2, D, C equal to plus B. അതായത് സീൻ്റെ വാല്യൂ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് അസൈൻമെൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്ത ശേഷമാണ് ബാക്കി ആ സ്റ്റേറ്റ്മെൻ്റ് അകത്തുള്ള എന്ത് എക്സ്പ്രഷനും അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷനും ചെയ്യുക. സോ പ്ലസ് ബി ചെയ്യുമ്പം 3 ആവും. ഓക്കെ, സോ സീൻ്റെ വാല്യൂ 3 ആവും, ബീൻ്റെ വാല്യൂ 3 ആയതിന് ശേഷം സീൻ്റെ വാല്യൂ 3 ആവും. ഓക്കെ, ഇനി ഡി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ വാല്യൂ 1 ആണ്. സോ ഡിയിലോട്ട് 1 സ്റ്റോർ ചെയ്തതിന് ശേഷം എൻ്റെ വാല്യൂ എന്താവും, 2 ആവും. ഓക്കെ, റൈറ്റ്. ഇനി ഇത് നെക്സ്റ്റ് C++. വെറുതെ C++ ആണ്. alone, it is used alone, not as part of an expression. So എന്ത് സംഭവിക്കും, സീൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയിക്കോളും. സീൻ്റെ വാല്യൂ എന്തായി മാറും, സീൻ്റെ വാല്യൂ 3 ആണല്ലോ, 3 മാറിയിട്ട് 4 ആവും. ഓക്കെ, സീൻ്റെ വാല്യൂ, സോ സി ബിക്കംസ് 4. ഓക്കെ, സോ എൻ്റെ പ്രിൻറ്റ് ചെയ്യുമ്പം എൻ്റെ വാല്യൂ എന്താണ്, ഇറ്റ് ഇസ് 2. ബീൻ്റെ വാല്യൂ എന്താണ്, 3. സീൻ്റെ വാല്യൂ എന്താണ്, ഇറ്റ് ഇസ് 4. ഡീൻ്റെ വാല്യൂ എന്താണ്, ഇറ്റ് ഇസ് 1. ഓക്കെ, റൈറ്റ്. 2, 3, 4, 1. സോ ഇങ്ങനെ ഉള്ള അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. It cannot be, the Java defines several bitwise operators that can be applied to the integer types. Integer typesൻ്റെ മുകളിൽ നമുക്ക് bitwise ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ബിറ്റിൻ്റെ മുകളിലും എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് bitwise ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ലോങ്, ഇൻറ്റ്, ഷോർട്ട്, ക്യാർ, ബൈറ്റ് ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് bitwise ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. സോ ഓരോ നമ്മുടെ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂവിലെ വാല്യൂ 4 ഇൻറ്റിജർ എന്നൊക്കെ പറയുമ്പോൾ 4 ബൈറ്റ്സ് ആണെങ്കിൽ ആ 4 ബൈറ്റ്സിലുള്ള ഓരോ ബിറ്റിൻ്റെ മുകളിലും ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ബിറ്റ് വൈസ് യൂണറി, നോട്ട്, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ, ഷിഫ്റ്റ് റൈറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓൾറെഡി നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അതൊക്കെ. ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെയൊക്കെയാണ്, ആൻഡ്, ഓർ, നോ, അല്ലേ, റൈറ്റ്, നെഗേഷൻ, അങ്ങനെയൊക്കെ. ഇത് XOR ആണല്ലേ, ദിസ് ഇസ് XOR. സോ ബിറ്റ് വൈസ് അങ്ങനെ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ബിറ്റ് വൈസ് നോട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആണ്. ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം, 2 ഓപ്പറൻസിൻ്റെയും വാല്യൂസ് 1 ആണെങ്കിൽ മാത്രമേ റിസൾട്ടും 1 ആവുള്ളൂ. ഓക്കെ, ബിറ്റ് വൈസ് ഓർ എന്ന് പറഞ്ഞാൽ ഏതും ഒന്ന് 1 ആണെങ്കിൽ, റൈറ്റ്. ബിറ്റ് വൈസ് XOR എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്, ഓക്കെ, XOR ദിസ് വൺ. സോ ഇവിടെ ഏത് ഓർ ആയിരിക്കണം നിർബന്ധമാണ്. 1 വന്നാലും 0 ആണ്, 0 വന്നാലും 0 ആണ്, 10 വന്നാൽ 1 ആണ്, 01 വന്നാലും 1 ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയും. പിന്നെ അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് മാത്രമാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ച് വെച്ചോളൂ, ഇതൊക്കെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അത് നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി കൺട്രോൾ സ്ട്രക്ചേഴ്സിലൊക്കെ ഇഫ്, ഓക്കെ, വൈൽ, ഡു വൈൽ, ഫോർ,
സ്വിച്ച്, ഇതിലൊക്കെ നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഇവാലുവേഷൻ്റെ റിസൾട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഏതും ഒരു പാത്ത് സെലക്ട് ചെയ്യുക, ഏതും ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെയായിരിക്കും കണ്ടീഷണൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും. ട്രൂ ആണെങ്കിൽ ചെയ്യും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഒന്ന് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറെ ഒന്ന് ചെയ്യും അല്ലേ. സോ അങ്ങനെ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും കണ്ടീഷണൽ എക്സ്പ്രഷൻസിൻ്റെ അകത്ത്. സോ അതിന് വേണ്ടിയിട്ട് ഡബിൾ ഈക്വൽ ടു ഉണ്ട്, ചെക്കിംഗ് വെദർ ടു ഓപ്പറൻസ് അതല്ലെങ്കിൽ ടു ഓപ്പറൻസിൻ്റെ വാല്യൂസ് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ ടു അരിത്മെറ്റിക് എക്സ്പ്രഷൻസിൻ്റെ റിസൾട്ടിങ് വാല്യൂസ് ഈക്വൽ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. പിന്നെ ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, വിച്ച് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ഗിവ്സ് എ ബൂളിയൻ വാല്യൂ. അത് യൂസ് ചെയ്യുന്ന ഓപ്പറൻസും ബൂളിയൻ ആയിരിക്കും. ഓക്കെ, അത് തരുന്ന റിസൾട്ടും ബൂളിയൻ ആയിരിക്കും. അതാണ് ഈ ആൻഡ്, ഓർ, ലോജിക്കൽ എക്സ് ഓർ. പിന്നെ ഷോർട്ട് സർക്യൂട്ട് ഓർ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആൻഡും ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഓർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള പേര് കൊടുക്കുന്നത് തന്നെ നമുക്കിപ്പം എ ആൻഡ് ബി ആൻഡ് സി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് വെച്ചോ. സോറി, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഓറാണല്ലോ പറയുന്നത്. സോ ആൻഡിന് പകരം ഓർ കൊടുക്കട്ടെ, ഇങ്ങനെയാണുള്ളതെന്ന് വെച്ചോ. സോ ഇത് ഷോർട്ട് സർക്യൂട്ട് ഓർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ വാല്യൂ ട്രൂ ആണെന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുമ്പം റൺ ടൈം എൻ്റെ വാല്യൂ ട്രൂ ആണെന്ന് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കറിയാം ഓർ വരുമ്പം ഏതും ഒന്ന് ട്രൂ ആയാൽ മതിയല്ലോ. സോ എൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ പിന്നെ വെറുതെ പോയിട്ട് ബി ഇവാലുവേറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് റിസൾട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എൻ്റെ വാല്യൂ ട്രൂ ആണെന്ന് കണ്ടല്ലോ. അതേസമയം എൻ്റെ വാല്യൂ ഫോൾസ് ആണ് കണ്ടതെങ്കിൽ എവിടെ പോവും? നെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് ഈ ബീൻ്റെ അകത്ത് ബി പോയി ചെക്ക് ചെയ്യും, ബി ട്രൂ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. ബി ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിർത്തും. പിന്നെ സിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല, റൈറ്റ്? സിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ബി ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? സിയിലോട്ട് പോകും. ബിക്കോസ് ഏതും ഒന്ന് ട്രൂ ആവാനാണല്ലോ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് ഓർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പോകില്ല എന്ന് പറഞ്ഞല്ലോ, റൈറ്റ്? സോ ഇവിടെ എൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകില്ല, വി വോണ്ട് ഗോ. സോ ഇതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ആൻഡിൻ്റെ കേസിലും, എ ആൻഡ് ബി ആൻഡ് സി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. സോ എൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ പിന്നെ നമ്മൾ ആണെങ്കിൽ മാത്രമാണ് ബിയിലേക്ക് പോവുക. എൻ്റെ വാല്യൂ ഫോൾസ് ആണ് കണ്ടതെങ്കിൽ നമ്മൾ പിന്നെ ബിയിലോട്ട് പോവില്ല. ബിക്കോസ് വി നോ ഏതും ഒന്ന് ഫോൾസ് ആണെങ്കിൽ, ആൻഡിൻ്റെ കേസിൽ ഏതും ഒന്ന് ഫോൾസ് ആയാൽ പിന്നെ അത് എൻറ്റയർ എക്സ്പ്രഷൻ വിൽ ബി ഫോൾസ് അല്ലേ, റൈറ്റ്? സോ ട്രൂ ആണെങ്കിൽ മാത്രമേ അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ. സോ അതിന് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് എന്ന് പറയും. അങ്ങനെ നോട്ട് ഉണ്ട്, നോട്ട് ഈക്വൽ ടു, നോട്ട് ആൻഡ് ഈക്വൽ ടു, അങ്ങനെയൊക്കെയുള്ള പല ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ദീസ് ആർ കോൾഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, രണ്ട് എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് ദ റിസൾട്ടിങ് എക്സ്പ്രഷൻ വിൽ ബി ഇവാലുവേറ്റഡ് ടു ഐദർ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ. സോ ഇവിടെ ഈ പറഞ്ഞ സംഗതിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ, റൈറ്റ്? എ ഓർ ബി എന്ന് പറയുമ്പം ഈ കേസിൽ ഫോൾസ്, ഈ കേസിൽ ട്രൂ, ഇത് ട്രൂ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട്. ഇതിന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്കെല്ലാം അറിയുന്നതാണ്. അസൈൻമെൻറ്റ് അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ വാല്യൂ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്പറേറ്റർ ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്പറേറ്റർ എന്നല്ല, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയാം, വിച്ച് ഇസ് ഓൾസോ കോൾഡ് എസ് 3-വേ ഓപ്പറേറ്റർ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു ഫോമാറ്റ്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്തിട്ട്
വാലിഡേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്യും. അതൊരു യൂഷ്വലി കണ്ടീഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും, റിലേഷണൽ ഓപ്പറേറ്റർ ഇൻവോൾവ് ആവുന്ന ഒരു ഓപ്പറേറ്റർ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ, ഓക്കെ, എ ലെസ് ദാൻ ബി ആണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println എന്താ println കൊടുക്കുക, എ ലെസ് ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println എന്താ കൊടുക്കുക, എ ഇസ് സ്മോളർ ദാൻ ബി എന്ന് കൊടുക്കാം അല്ലേ. പിന്നെ ഒരു കോളൻ. അത് കഴിഞ്ഞാൽ സോ എ ലെസ് ദാൻ ബി ട്രൂ ആണെങ്കിലാണ് ഇവിടത്തേക്ക് വരിക. എ ലെസ് ദാൻ ബി ഫാൾസ് ആണെങ്കിൽ നേരെ തുള്ളി ഇവിടത്തേക്ക് വരും. ഇത് കോളൻ കഴിഞ്ഞിട്ട് എന്താണോ അവിടത്തേക്ക് വരും. കോളം കഴിഞ്ഞിട്ട് എന്താണ് എക്സ്പ്രഷൻ 3 എന്താണ് ഇവിടെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println എ ഈസ് നോട്ട് ലെസ് ദാൻ ബി, അത്ര പറഞ്ഞാൽ മതി. എ ഈസ് നോട്ട് ലെസ് ദാൻ ബി. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസ് ആക്ച്വലി ഇത് ഇഫ് എൽസ് ഇഫിന് യൂസ് ചെയ്യുന്നതിന് പകരമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇഫ് എൽസിന് പകരമാണ് അല്ലേ. ഇഫ് കണ്ടീഷണൽ എക്സ്പ്രഷൻ അതാണ് ഇത്, ഈ ഒരു കണ്ടീഷണൽ എക്സ്പ്രഷൻ. അത് ട്രൂ ആണെങ്കിൽ എവിടത്തേക്ക് പോകും, യൂഷ്വലി ഇഫിൻ്റെ കേസിൽ കണ്ടീഷണൽ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് കയറും. കയറില്ലെങ്കിൽ ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് കയറുമല്ലോ, റൈറ്റ്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എവിടെ പോവും, ഇവിടെ പോവും. ഫാൾസ് ആണെങ്കിൽ എവിടെ പോവും, ഇവിടെ പോവും. ഓക്കെ ഓക്കെ സോ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ Java evaluates this assignment expression. It first looks at the expression on the left of the question mark. ക്വസ്റ്റ്യൻ മാർക്കിന് തൊട്ട് മുന്നേ ഈ എക്സ്പ്രഷൻ നോക്കും. denom ഡബിൾ ഈക്വൽ ടു 0. സോ ഇതിങ്ങനെയാണ് ഇവാലുവേഷൻ നടക്കുക. ഓക്കെ, സോ denom ഡബിൾ ഈക്വൽ ടു 0 നോക്കും. ഈ 0 ആണെങ്കിൽ 0 ആണ് റേഷ്യോയിൽ സ്റ്റോർ ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ നമ്പൈ denom ആണ് റേഷ്യോയിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ ഓക്കെ സോ അങ്ങനെ എക്സാമ്പിളൊക്കെ നോക്കിക്കോളും നിങ്ങൾ. ഓക്കെ, പിന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.